വയനാടൻ വ്ളോഗിന്റെ ഒരു വീഡിയോ കാണാനിടയായി. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്തെന്നറിയാമോ, വ്ളോഗ് ചെയ്യുന്ന കുറേ അധികം പേരുണ്ട്. വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ട്രാവൽ വ്ളോഗ് ഉണ്ട്, ഫുഡ് വ്ളോഗ് ഉണ്ട്, ഇതുപോലെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ എടുത്തു വെച്ചിട്ട് വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. ഞാൻ അറിയാത്തതുകൊണ്ടൊരു സംശയം ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി അല്ലേ പുറത്തേക്ക് കാണിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വളരെ ക്വയറ്റ് പേഴ്സൺ. ഇപ്പോൾ ഞാനിപ്പോൾ ബാത്റൂമിലേക്ക് നടന്നു പോകുന്ന ആരെങ്കിലും വീഡിയോ എടുത്ത് അടി കൊടുക്കും. എനിക്കത് ഇഷ്ടമില്ല പുറത്തേക്കൊന്നും കാണിക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ അത്രയും പേഴ്സണലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഇവർ പുറത്ത് വിടുന്നത്. ചില സമയത്ത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും. ഈ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളൊന്നും അതിനകത്ത് വരത്തില്ല, ബട്ട് സ്റ്റിൽ എന്നാലും ഒരു പരിധി വരെ അവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത, ടോട്ടലി അത് മറ്റുള്ളവരാണ്, അവരല്ല, അതൊക്കെയാണ് ഇവർ കൊണ്ടുവന്ന് ഇടുന്നത്. ആ കൗതുകമാണ് അവർക്ക് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ ഇരുന്ന് കരയണ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. മിക്കവാറും ഉള്ള യൂട്യൂബേഴ്സിന് എന്നെ ഇങ്ങനെ പറഞ്ഞു നീ, എന്നെ അങ്ങനെ പറഞ്ഞു നീ. നിങ്ങൾ ഈ നീ വിളിക്കാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, നിങ്ങളിതൊന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു മാറ്ററാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറഞ്ഞ് കളിയാക്കുന്നില്ല. ഞാൻ മിക്കവാറും ഇവരെ ഫേസ്ബുക്കിലാണ് കാണുന്നത്. ഫേസ്ബുക്ക് അറിയാമല്ലോ, ഭയങ്കരമായ സൈക്കോകളുടെ ഒരു ഇടമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര കമൻസാണ്, ഒരു രക്ഷയില്ലാത്ത കമൻസാണ്. ഒരു ഭയവും കൂടാതെ വിദേശത്തൊക്കെ ഇരുന്നുകൊണ്ട് ഇഷ്ടമാതിരി കമൻ്റ് ഇടുന്ന ഒരു വല്ലാത്ത സ്ഥലമാണ് ഫേസ്ബുക്ക് എന്ന് ഞാൻ പറയും. യൂട്യൂബിലൊന്നും കയറി നോക്കത്തില്ല. അത്യാവശ്യം വായിക്കാൻ താല്പര്യമുള്ളവരൊക്കെയാണ് ഫേസ്ബുക്കിലെന്ന് തോന്നുന്നു. കുറച്ച് പഴയകാല വസന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം കുറച്ച് ന്യൂ വസന്തങ്ങളാണ്. ഈ മിഡിൽ ഉള്ളതാണ് യൂട്യൂബ് എന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയായാലും ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എനിക്കറിയത്തില്ല. ഫേസ്ബുക്കിൽ ഭയങ്കര കമൻസാണ് ഇവർക്ക്. ഞാൻ ഒരുപാട് നാളായിട്ട് കാണുന്നതാണ് ഇവർ ഭയങ്കര തെറി വിളിച്ചിട്ടുള്ള കമൻസാണ് വരുന്നത്. കുമ്മൂസേന്നും ഭയങ്കര മോശപ്പെട്ട കമൻസാണ് ഇവർക്ക് കിട്ടാറുള്ളത്. എന്താണ് അവരോടുള്ള ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇയാളടുത്ത് ജോലി ചെയ്യാനും അതിനും ഇതിനുമൊക്കെ പറയും. ആദ്യകാലങ്ങളിൽ ഇവരുടെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിരിച്ച് മണ്ണ് കപ്പുമായിരുന്നു. കാരണം അതിലുള്ള തമാശ കൊണ്ടല്ല, സ്വന്തം ഭാര്യ ഇങ്ങനെ നാട്ടുകാരെ ഉപയോഗിച്ച് അവഹേളിക്കുന്നതാണ്, അടി പറ്റിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതിനകത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവർ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് വരാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്, എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും, ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐഡി ആണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാ ഐഡി ആണ്. ഈ ഫോട്ടോ ഇതൊരു ഫോട്ടോയാണ്. February 8 ഞാൻ പോസ്റ്റ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് പറഞ്ഞിട്ട് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് എന്നെ കൊണ്ട് കിടക്കുന്ന ഫോട്ടോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളുടെ ഫോൺ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ 4 വീഡിയോ, അത് ആരുടെ ഒരു വീഡിയോ ആണ്, ഞങ്ങളതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങൾ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു ഫോട്ടോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്നുകൊണ്ട് എടുത്തിട്ടാണ് അതിനോടനുബന്ധിച്ചിട്ട് ഒരു വീഡിയോയും വെച്ചിട്ട് ഇത് പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സീരിയസ് ക്രൈമാണ്. ഇറ്റ്സ് എ വെരി സീരിയസ് ക്രൈം. സീരിയസ്ലി അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഇപ്പം മോഫ് ചെയ്ത ചിത്രങ്ങൾ പോലും നമ്മളുടെ പേര് പ്രചരിപ്പിച്ച പണിയാണ്. അത് മാത്രമല്ല, മറ്റൊരാളുടെ ഇൻബോക്സിലേക്ക് ലിങ്ക് പ്രദർശനം, ഏത് രീതിയിലുള്ളത്, നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ പാർട്ടാണ്, പ്രൈവറ്റ് പാർട്ടാണെങ്കിൽ പോലും എടുത്ത് ഇട്ട് കൊടുക്കരുത്. ഇട്ട പണിയിട്ട് ഒരു തർക്കവും ഇല്ല. കാരണം അത് ക്രൈമാണ്. ആ കേസ് കോഷ് ചെയ്യാൻ നല്ല പാടാണ്. ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ ചേട്ടായി, അറിയാത്തുണ്ടോ ചോദിക്കണേന്, ഈ ചേട്ടനും ചേച്ചിയും കൂടെ ഇരിക്കുന്ന ഈ വൾഗർ ഫോട്ടോ എന്തിനാ പബ്ലിഷ് ചെയ്യുന്നത്? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്ളോഗിങ്? എനിക്കെന്തോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ാണ് ഞങ്ങളാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൽ ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖം മരിക്കും മൊത്തത്തിൽ കാണുന്നില്ല. ഇങ്ങനെ പിടിച്ച ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ, അതായത് എനിക്ക് നെറ്റ് ചെയ്യാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഒരു സംശയം തോന്നുന്നതാണ്. അതിനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടാറ്റു ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. സഫ്കോഴ്സ് നിങ്ങളുടേതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പറഞ്ഞാൽ പോരെ. എന്തിനാ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്? ഇത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കും. ആളുകൾ അതെന്താണെന്ന് അന്വേഷിക്കാൻ നോക്കും. ഇപ്പോൾ ഇവർ ഇതിനോടനുബന്ധിച്ചിട്ട് അത് എവിടെ കിട്ടുമെന്നും കൂടെ പറയുന്നുണ്ട്. എന്തായാലും അവരെ പോയി നോക്കും. ഈ സംഗതി കുറച്ചും കൂടെ ആൾക്കാർ കാണുമെന്നതിനപ്പുറം എന്ത് മണ്ടത്തരമാണ് ഈ 2 പേരും കൂടെ ഇരുന്ന് പറയണേന്ന് ആലോചിച്ച് നോക്കിയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കളിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിൽ ഇവര് സ്വർഗവാദി ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം. ഒറ്റ വോയിസ് കേൾപ്പിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചെക്കന്മാരത്
ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഓരോ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില് ഇന്നലെ നോക്കിയപ്പോ എത്ര 938 പേര് ഒരു ഗ്രൂപ്പില്. അതിന് പകുതി മുക്കാലും ചെറിയ ചെറിയ ചെക്കന്മാരാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു വിഷയത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവരിട്ട പോസ്റ്റ്, ആ പോസ്റ്റ് ഇവർ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലുള്ളത് കൊച്ചുകുട്ടികൾ തന്നെയാണ്, ചെറിയ പ്രായത്തിലുള്ള ടീനേജേഴ്സ് തന്നെയാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അവിടേക്കല്ലേ നിങ്ങൾ ഈ ഫോട്ടോ ഇട്ട് കൊടുത്തത്. നിങ്ങളിത് ഇത്ര ക്യൂരിയസ് ആയിട്ട് പറയുമ്പോൾ ആ കണ്ടത് എന്ത് തന്നെയായാലും ഒരു കൊച്ചുകുട്ടി തന്നെയാണ്, കൊച്ചുകുട്ടികളാണ് അത് കാണുന്നത്. ആ ബോധം നിങ്ങൾക്കില്ലേ? പറഞ്ഞു തള്ളുന്നുണ്ട് രണ്ടുപേരും കൂടെ. എന്തായാലും കേൾക്കാം. നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ മക്കളെ ഫോണില്. ടെലഗ്രാമിൽ ഞങ്ങൾ തന്നെ പൊക്കി. ഫസ്റ്റ് ഞങ്ങൾ അവനാണ് പൊക്കുന്നത്. ടെലഗ്രാമിൽ തന്നെ പൊക്കിയിട്ട് കാരണം അവനെ പൊക്കിയിട്ട് ഞാൻ ഞാൻ കേൾപ്പിച്ചു ഒരുത്ത മാപ്പ് പറയുന്നു. ഒരുത്തനല്ല ചെറിയ ചെറിയ ഈ ചെക്കന്മാര് പറയുന്ന കാര്യം, എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചെറിയ ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്ത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാരറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കന്മാരി പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാല് ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും. ഈ മക്കളൊക്കെ വേറെന്തെങ്കിലും കാണിച്ചെന്തെങ്കിലും ആയിത്തീരും. മനസ്സിലാക്കിയില്ല. കാരണം ഏറ്റവും വിഷമം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ കൂടെ എന്റെ വീഡിയോയുടെ അടിയിലോ ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരും പോയി അവരുടെ വീഡിയോയുടെ അടിയിൽ ലീക്ക്ഡ് കോപ്പ് എന്നൊന്നും പോയി കമന്റ് ഇടാൻ പാടില്ല. അവർക്ക് മനസ്സിലായി, അവർ കണ്ടിട്ടുണ്ട്. അവർ കാണാത്തോണ്ടല്ലേ നിങ്ങൾ പറയും. അത് ഞാനും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ലീക്ക്ഡ് എന്നൊന്നുമല്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ കമന്റ് ഇട്ടാൽ പിന്നെയും കൊണ്ടുവന്ന് കമന്റ് ഇടും. ഒരു വട്ടം ഇട്ടാൽ നമ്മൾ കണ്ടു, പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും ഇടുന്നത്? അവർക്ക് നല്ല ബോധ്യമുണ്ട് അവരുടെ ലീക്ക്ഡ് വീഡിയോ അല്ല, അങ്ങനെയല്ല, ഫേക്ക്ഡ് ലീക്ക്ഡ് വീഡിയോ പബ്ലിക് ആയി എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ നിങ്ങൾ ഇനി പറഞ്ഞു കൊടുത്തിട്ട് എന്താ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതാണ് അവർ പറഞ്ഞതിന്റെ സാരാംശം. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, ആരാണോ കമന്റ് ഇടുന്നത് അവരുടെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി ഒരു മാറ്റം ഉണ്ടാവില്ല. അനിയ വല്ലവരുടെയും വീട്ടിൽ ലൈവ് ഇട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ ഭവനഭേദനത്തിന് കേസെടുക്കും. കേസും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, അങ്ങ് തള്ളല. ഇത് ഞങ്ങളുടെതല്ലാന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റായിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. എനിക്ക് സത്യം പറയാം, എനിക്ക് പുറത്തിറങ്ങുമ്പോ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരുന്നത്. ഒരാൾക്കാർ നോക്കുമ്പോ ഇവരാണോ അല്ലെങ്കിൽ അല്ല, ഇത് പറയുന്നപ്പോ കൊച്ചു പുറത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്? കാറിനകത്താണോ? അല്ലേ? ഓ, കാറിനകത്താണ്. ഓക്കെ നമ്മളെ കാണോ? ഞങ്ങളുടെ ഒരു ഫോട്ടോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സത്യം പറയാം, വെറുതെ വിടൂല. ഞങ്ങളതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല. നിങ്ങൾ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ? എല്ലാ ഏറ്റവും സത്യ കാര്യങ്ങൾ അറിയാം. നമുക്ക് പോലെ ഇത്രയും സോഷ്യൽ മീഡിയ എല്ലാ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പോലെ അറിയുന്ന കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനവന്റെ വീട്ടിൽ അവനവന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അങ്ങനെ മനസ്സിലാവും. ഇനി എന്റെ വീടിന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം വരെ തടവുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തില്. ഈ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ്, അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാര് കുറെ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടി. എല്ലാത്തിനും ഒരാളെ ഞങ്ങൾ വിടൂല. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇപ്പൊ ഫോണിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒറ്റ കാര്യം ആലോചിച്ചോ, നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിൽ നിന്നും ഇത് എത്ര പേർക്ക് ഷെയർ ആയിട്ടുണ്ടോ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും നിങ്ങൾ അയച്ചവന്മാരെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഏകദേശം 100-150 പേരെ മേലെ ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയട്ടെ, എത്ര ആൾക്കാരായിക്കോട്ടെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ പറയട്ടെ, ഇത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ, ഇത് വിറ്റവന്മാര്, വാങ്ങിയവന്മാര്, കണ്ടവന്മാര്, ഇത് തെറ്റാണ്. ഇത് ഇന്ത്യയിൽ തെറ്റായ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്ക്, ഇത് സെർച്ച് ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഇത് കാണുന്ന തെറ്റാണ്, ഇത് പല സൈറ്റുകൾ ഒക്കെ തെറ്റാണ്, അതും കേസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നത്, അതാണ് ഞങ്ങളുടെ ഒരു പരാതി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ
ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പല നഷ്ടങ്ങളുണ്ട് പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അതിൽ പെടുന്നവരെ എന്തായാലും ഞങ്ങളുടെ ഫോട്ടോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും ഇത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായി നിങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ചാനൽ വഴി പുറത്തു വിടുന്നു. നിന്റെ മോതൊക്കെ ഞാൻ കാണിക്കും, ഇവന്മാരാണ് ഞങ്ങളെ ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തത്, വിറ്റത്, കമന്റ് ഇട്ടത് എല്ലാം. അപ്പൊ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചെയ്യടാ നീ ഇങ്ങനെ ഒരുത്തനായിരുന്നു എന്നുള്ളത് അത് മതി കേട്ടോ. അപ്പം അത് മതി അപ്പൊ അത് മതി എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്ത എന്തോ ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ ഒരു മോർഫ് ചെയ്ത് വീഡിയോ പ്രചരിപ്പിക്കുന്നത്, വീഡിയോ കൊണ്ടുവരുന്നത്, ഇതൊക്കെ തെറ്റ് തന്നെയാണ്. അതിപ്പം മിക്കവാറും സിനിമാ നടിമാരുടെ പേർത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്കെതിരെ എല്ലാം കൊണ്ടുപോയി കേസ് കൊടുക്കും. വളരെ വൾഗറായിട്ടുള്ള കമന്റ്സുകൾ അവർക്കെതിരെയും വരാറുണ്ട്. ഒത്തിരി പേര് കമന്റുകൾ ഇടാറുണ്ട്. പക്ഷെ ഒരാളെ പറ്റി ഒരുപാട് കാലത്തോളം ഒരേ അഭിപ്രായം തന്നെ ആൾക്കാർക്കുണ്ടെങ്കിൽ അതിലെന്തോ നമ്മുടെ കയ്യിലും ഇല്ലേ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ്. ഇവരുടെ വിഷയത്തിൽ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ അമ്മുവിൻ്റെ അച്ഛനോ കണ്ട ഭയങ്കര കള്ളു കൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പറയണമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പൂർണ്ണ രൂപമൊന്നും എടുത്തില്ല. ആ ഒരു ചെറിയ പോഷൻ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു അതെ, കള്ളു കുടിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് കള്ളു കുടിക്കാനാണെങ്കിൽ വളരെ പ്രോബ്ലമാണ്. നമ്മളത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ആവുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരു സോഷ്യൽ ഇഷ്യൂ, സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അമ്മോ എനിക്കെതിരെ അങ്ങ് പുറപ്പെട്ടങ്ങ് വന്നു. നോക്കുമ്പോൾ എന്താണെന്നറിയാമോ, സോഷ്യൽ മീഡിയയിൽ എനിക്ക് നല്ല ഹേറ്റേഴ്സ് ഉണ്ട്. ആ സമയത്ത് പുള്ളിക്കാരത്തി വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മളും കൂടെ അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെയായിരുന്നു. അപ്പം ഇവർ വിമർശനങ്ങൾ നടത്തുന്നവരോ അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വലിയ കാര്യമൊന്നും പറയേണ്ട. അവരന്നിരുന്നുകൊണ്ട് ഞങ്ങൾ ആളെ പറയത്തില്ല, അവരങ്ങനെ ഫേമസ് ആവണ്ട, ആ 2Kയിൽ അവരവിടെ കിടക്കും എന്ന്. അന്ന് എനിക്ക് 2K ഉള്ളു സബ്. ഏതായാലും അതിൻ്റെ കൂടെ 2 0 കൂടി ഇപ്പോൾ ഏകദേശം അത്രയായി. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ ഇത് റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഇതിനകത്ത് വന്ന കമൻസ് നമുക്കൊന്ന് കാണാം, അതും കൂടെ കേൾക്കാമല്ലോ. പൊതുജനം അഭിപ്രായം എന്താണെന്നുള്ളത്, അതാണ് കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കമൻസ്: കുട്ടികൾ ഫോണിൽ ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങളെപ്പോലുള്ള കുറേ സ്ത്രീകൾ പകുതി തുണിയുള്ള ഫോട്ടോ ആണ് അധികവും. പിന്നെ എങ്ങനെ പറയാതിരിക്കും? 100ൽ 90% സ്ത്രീകളും പകുതി തുണിയുമായി നടക്കുന്നവരാണ്. ഡ്രസ്സ് അവരുടെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ കാണാൻ കഴിയുന്നില്ല. കഷ്ടം. അശ്വതി എന്ന് പറഞ്ഞ പെൺകുട്ടി 2 പെൺകുഞ്ഞുങ്ങളുടെ പ്രൊഫൈലും വെച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. ശരിയാണ്, അവർക്കതിൽ വിഷമം ഉണ്ടായിരിക്കാം. ഈ തുണി മാറ്റി അല്ലെങ്കിൽ തുണി കുറയ്ക്കുന്നതാണ് നവോത്ഥാനം എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് സ്വാതന്ത്ര്യം വിചാരിക്കുന്നവരുമുണ്ട്. ഞാൻ അതിന് അഗൻസ്റ്റ് ആണ് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ അതികൊല സ്ത്രീയാണ്. ഇത് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പലതും സംഭവിക്കും, അത് നിങ്ങൾക്കറിയില്ലേ? 4 ലൈക്കിന് 4 ഷെയറിന് വേണ്ടി എന്തും ചെയ്യുന്ന തമ്മാടികളെ നിങ്ങൾ കുറച്ച് കാശുണ്ടാകും, അതിലേറെ കരഞ്ഞു തീർക്കാം. അത് വലിയൊരു പോയിന്റാണ്. ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുമ്മൂസിനെ കൊണ്ട് പല കോലങ്ങളും കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുണ്ട്, പല കോലങ്ങളും ആ കൊച്ചിനെ കൊണ്ട് കെട്ടിക്കാറുണ്ട്. ഇവിടുന്ന് വിദേശത്തേക്കൊക്കെ പോകും ഇവർ ടൂറിന്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു പാൻറ്റീസ് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരത്തി കിടന്ന് ഓടുന്നതും ചാടുന്നതും. അതെടുത്ത് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റും നെഗറ്റീവ്സും ഒക്കെ കണ്ടിട്ടും ഇയാൾ അതിന് കമൻറ്റ് പറയാം. അല്ല, അന്നൊന്നും ഇയാൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കേസ് കൊടുത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ കേസ് കൊടുത്താൽ പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. രഞ്ജിത്ത് കുന്നുമ്മൽ: ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനത്തെ വീഡിയോ എടുത്തിട്ടുമില്ല, അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യത്തോടെ പറഞ്ഞുകൂടാ, ആരെയാ നിങ്ങൾ പേടിക്കേണ്ടത്? നിങ്ങൾ അങ്ങനെ ചെയ്താലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ആ വീഡിയോ ഞാനും കണ്ടു. സത്യം പറയാലോ, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷേ മുഖം വ്യക്തമല്ല ആ വീഡിയോയിൽ. മുഖം വ്യക്തമല്ലാതെ ശരീരഭാഗം കൊണ്ടുള്ള ഒരു വീഡിയോ പുള്ളിയും കണ്ടിടുന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രചരിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇനി അടുത്തത് ഷൈനി ശ്രീജിത്ത്: ചേടാ, അമ്മയാണ്, ഫാമിലിയാണ്, ഇതൊക്കെ ഇമാതിരി ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് ആലോചിച്ചില്ലേ? വളരെ റെലവൻ്റ് ആയ ഒരു ചോദ്യമാണത്. എന്ത് ഫോട്ടോ ആണ് കൊച്ച ഇട്ടിരിക്കുന്നത്? എന്ത് വൃത്തികെട്ട ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്? നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അതെടുത്ത് മോർഫ് ചെയ്യപ്പെടാനും മറ്റു രീതി വളച്ചൊടിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടല്ലേ പലരും വന്ന് അതിനകത്ത് അങ്ങനെ ചെയ്യരുതെന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പം നടന്നില്ലേ, സംഭവിച്ചില്ലേ, അത്രയേ ഉള്ളൂ. ലവൻ പറയുന്നത് കണ്ടവരെ പിടിക്കുമെന്നാണ്. എന്തിനി കണ്ടവരെ പിടിച്ചിട്ട് എന്തിനാ? അവർക്ക് കിട്ടി, അവർ കണ്ടു, പോട്ടെ, സാരമില്ല, 2 ബസ്സായില്ലേ, ഇനി 5-6 എണ്ണം കൂടി വാങ്ങണ്ടേ? അങ്ങനെ തുടങ്ങി കമൻസിൻ്റെ ഒരു ബഹളം തന്നെയാണ്. പിന്നെ അവർ തന്നെ ഇട്ടിരിക്കുന്ന പോസ്റ്റുണ്ട്, നമ്മൾക്ക് വയനാടൻ വ്ളോഗർ ഫാമിലി എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും. പിന്നെ എനിക്ക് ഇതിന് ശേഷം വേറൊരാൾ കൊണ്ടുവന്ന് ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഒരു ഓഡിയോ കൊണ്ടിട്ട് തന്നിട്ട് ഇവർ വ്ളോഗർ, ഈ പറയുന്ന വയനാടൻ വ്ളോഗറുടെ അടുത്ത് പുള്ളി വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസാണ്. എന്നോടത് പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. ഞാനത് പബ്ലിഷ് ചെയ്യാത്തതിൻ്റെ കാരണം
എനിക്ക് അന്ന് ഇത് പറയാനുള്ള ഒരു സംഗതി അവർ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇന്ന് അത് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യാം. കാരണം പൊതുസമൂഹം അത്രത്തോളം ഹേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. ഇച്ചിരി തുണി കുറഞ്ഞവരും ഉണ്ട്, കൂടിയവരും ഉണ്ട്. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് പേളി മണി തന്നെ എടുക്കാം. അത്തിരിയൊക്കെ തുണി നല്ല കുറവാണ് ചില സമയത്ത് അവളുടെ. പക്ഷെ എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കാണുന്ന ഒരാളും അവളുടെ ഡ്രസ്സ് കുറഞ്ഞതിനെ പറ്റി കളിയാക്കുന്നതോ പറയുന്നതോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതേപോലെ ദിയാ കൃഷ്ണ കുറച്ചൊക്കെ ഡ്രസ്സ് അല്ലാത്ത കൂടുതൽ ഡ്രസ്സ് കുറവാണ് അവർക്ക്. ചില സമയം അവർക്ക് നല്ല ലെയറി പോകാറുണ്ട്. നമുക്കാകാം, കുറച്ച് മോഡേണീസൊക്കെ നമുക്കാകാം. പക്ഷെ പരിധി വിടുമ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ക്രിറ്റിസിസം ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്കും ഉണ്ട്. അതൊരു പൊതുബോധമാണ്. അതിന് എതിരെ നിന്നിട്ട് ഞാൻ കേസ് കൊടുക്കുന്ന പോലെ ഉണ്ടംപൊരിയാണ്. ഇതിൻ്റെയൊക്കെ കഥ എവിടം വരെ എത്തുമെന്ന് നമുക്കറിയാലോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ മോശപ്പെട്ട ചിത്രം ഷെയർ ചെയ്യണതും അതുണ്ടാക്കുന്നതും കുറ്റം തന്നെയാണ്. അത് പുള്ളി പറഞ്ഞത് ന്യായമാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ബാക്കിയൊക്കെ ചുമ്മാ കിടന്ന് നമുക്ക് വായ്ത്താളം അടിക്കാം എന്നതിനപ്പുറം ഇതൊന്നും ഒരു പ്രയോജനപ്രദമായ കാര്യമാകുമോ എന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആക്ച്വലി എനിക്കിത് കണ്ടപ്പോൾ സങ്കടത്തിനേക്കാൾ ഉപരി എനിക്ക് ചിരിയാണ് വന്നത്. മേ ബി ഞാൻ സൈക്കോ ആയതുകൊണ്ടായിരിക്കാം, ഇവരുടെ ഇതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളുടെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടുവന്ന് ഇടുമ്പോൾ രണ്ട് വിഭാഗമുണ്ട്, രണ്ട് തരമുണ്ട്. അവർ രണ്ട് വിധത്തിലും അത് എടുത്ത് അനലൈസ് ചെയ്യും, പറയും. അവരെ കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ കയ്യിരിപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങളെന്തിനാ അതുകൊണ്ടൊന്നും ഇടുന്നേ? നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ആരെങ്കിലും ക്യാമറ കൊണ്ടുവരുന്നോ? ഇല്ലല്ലോ. എൻ്റെ അമ്മൂസ് നോക്കൂ, ദാ ഇങ്ങനെ തുള്ളി കളിക്കുന്നു, അരനിക്കറിട്ടോട് തുള്ളി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെളിയിലിട്ടിട്ട് അമ്മൂസിന് വസ്ത്രം കുറഞ്ഞു പോയി, അത് ശരിയല്ല എന്ന് പറയുന്നവർക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കൊണ്ടുവന്നിടുന്നു, അവർ കാണുന്നു, അവർ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫാമിലി വ്ളോഗറിൻ്റെ ഈ സ്ഥിരം കരച്ചിൽ, എൻ്റെ കൂടെ ഒരു കരച്ചിൽ എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ പറഞ്ഞതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങളുടെ ഫോട്ടോ മാത്രമല്ല, നിങ്ങളുടെ ആ വീഡിയോ ആസ് ഇറ്റ് ഈസ് അവർ ഇത് റീക്രിയേറ്റ് ചെയ്തിട്ടുമില്ല, എന്നാലും അത് ഷെയർ ചെയ്യുന്നത് കുറ്റമാണ്. അപ്പോൾ ആ ഒരു വലിയ സീരിയസ് ഇഷ്യൂവിന് പോലും നിങ്ങളുടെ കമൻറ്റ്സ് ബോക്സിൽ വരുന്ന സപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ഈ എപ്പോഴും പുലി വരുന്നതൊന്നും പഠിച്ചാൽ തന്നെ വരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കുറച്ചുകൂടെ കൺട്രോൾ ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്കെതിരെ ഇത്രയും വൾഗർ കമൻറ്റ് ഇടുമ്പോൾ അകാരണമായിട്ടാണെങ്കിൽ നിങ്ങൾ അന്നേ റിയാക്ട് ചെയ്യണം. ഇനി വൈകിയ വേളയിൽ നിങ്ങൾ കൊണ്ടുപോയി റിയാക്ട് ചെയ്താൽ എനിക്കറിയത്തില്ല അത് എത്രത്തോളം പോസിബിൾ ആകും. മാത്രവുമല്ല, നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങളുടെ ഈ പിക്ചേഴ്സ് നിങ്ങളുടെ ടൈം ലൈനിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്ന വീഡിയോ നിങ്ങളിപ്പോൾ പബ്ലിഷ് ചെയ്തു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കേസ് തള്ളിപ്പോകും. അവരത് ഷെയർ ചെയ്തിട്ടില്ല. ഇവരിങ്ങനെ ഇടുന്നതാണ്, അത് നമ്മളെടുത്ത് ഷെയർ ചെയ്തു. വീഡിയോസിൻ്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞ പിക്ചറിൻ്റെ കാര്യമാണ്. കാരണം ഇവരിട്ടിരിക്കുന്ന ആ പിക്ചേഴ്സ് ആരെങ്കിലും എടുത്ത് ഷെയർ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്താൽ പോലും നിങ്ങൾക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമവശം കൃത്യമായി അറിയത്തില്ല. സീരിയസ് ഒഫൻസ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തിനാ ഇതിനകത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഫാമിലിയാണ്, അതാണ്, ഇതാണെന്നൊക്കെ അവകാശപ്പെടുന്ന കണ്ടപ്പോൾ സത്യം പറയല അമ്മോയെ ചിരിയാവുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു ഫാമിലി ഓറിയൻറ്റഡായ ഒരു ലേഡിയുടെ ഒരു ആറ്റിറ്റ്യൂഡും നിനക്കില്ല. ചില നേരത്തെ നിൻ്റെ വർത്തമാനം കേട്ടാലുണ്ടല്ലോ, ചത്തെടുക്കുന്ന ശവം എഴുന്നേറ്റ് ഒരെണ്ണം തരൂ. സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫീലിംഗാണ് ഞാൻ പറഞ്ഞത്. എനിക്കെതിരെ ഇനിയിപ്പോൾ കേസൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട. അല്ലേ തന്നെ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പേര് വാങ്ങിക്കാതിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേസ് വരുന്നതായിട്ട്. എനിവേ, വെൽക്കം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ, നല്ലതാവട്ടെ, നന്നായി വരട്ടെ. ഇനിയും നല്ല വ്ളോഗ്സ് ചെയ്യൂ. കുട്ടികളുമായിട്ടുള്ള ഫാമിലി ഓറിയൻറ്റഡായ വ്ളോഗ് കാണാൻ എനിക്കും ഇഷ്ടമാണ്. അതിനൊരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ. അത് വെച്ചിട്ടില്ല ചില ആളുകൾ അതെടുത്ത് ക്രിറ്റിസിസം ചെയ്യും. വേറൊരുത്തനുണ്ടല്ലോ, വേറൊരു ഫാമിലി ഉണ്ട്, ഇടയ്ക്ക് അതുൽ വ്ളോഗുമായിട്ടൊക്കെ മുട്ടൻ ലഹളയുണ്ടായി. അത് ഇതുപോലെ തന്നെ ഫേക്ക് കളം പറഞ്ഞിട്ട് ഒരു ജാതിക്കളി. നിങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുന്നവർ നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരെ പറ്റിക്കാതിരിക്കും. അത്രയെങ്കിലും മാന്യത അവരോട് കാണിച്ചൂടെ? ഇപ്പം നിങ്ങൾ ഈ കാണിച്ചതിൻ്റെ ഞാൻ കണ്ടു മുഴുവൻ കമൻസിൽ ഏകദേശം പറയണ ഒഴുക്ക് ഇതാണ്, അവന് പുതിയ വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ റീച്ച് കുറഞ്ഞു, അപ്പോഴവൻ ചെയ്യുന്നതാണ് എന്ന്. ആരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ട് നിർത്തി എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.